രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 22-ാം അധ്യായം. അരാമും ഇസ്രയേലും 3 സംവത്സരം തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു. 3-ാം ആണ്ടിലോ യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രയേലിലെ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. ഇസ്രയേൽ രാജാവ് തൻ്റെ ഭൃത്യന്മാരോട്, ഗിലെയാദിലെ രാമോത്ത് നമുക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നാം അതിനെ അരാം രാജാവിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ യഹോശാഫാത്തിനോട്, നീ എന്നോടുകൂടെ ഗിലെയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് പോരുമോ എന്ന് ചോദിച്ചു. അതിന് യഹോശാഫാത്ത് ഇസ്രയേൽ രാജാവിനോട്, ഞാനും നീയും എൻ്റെ ജനവും നിന്റെ ജനവും എൻ്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് ഇസ്രയേൽ രാജാവിനോട്, ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രയേൽ രാജാവ് ഏകദേശം 400 പ്രവാചകന്മാരെ കൂട്ടിവരുത്തി അവരോട്, ഞാൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവർ, പുറപ്പെടുക, കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത്, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായി ഇവിടെ ഇനി ആരും ഇല്ലയോ എന്ന് ചോദിച്ചു. അതിന് ഇസ്രയേൽ രാജാവ് യഹോശാഫാത്തിനോട്, നാം യഹോവയുടെ അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഇമ്ലയുടെ മകനായ മീഖായാവ് എന്നൊരുത്തനുണ്ട്. എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുത് എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ഡനെ വിളിച്ചു. ഇമ്ലയുടെ മകനായ മീഖായാവെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടു വരുവാൻ കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശാഫാത്തും രാജവസ്ത്രം ധരിച്ച് ശമരിയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കൽ ഒരു വിശാല സ്ഥലത്ത് സിംഹാസനത്തിലിരുന്നു. പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നദ്ധിയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. കെനയനയുടെ മകനായ സിദക്കിയാവ് തനിക്ക് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഇവ കൊണ്ട് നീ അരാമ്യരെ അവർ ഒടുങ്ങും വരെ കുത്തിക്കളയും എന്നിങ്ങനെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു. ഗിലെയാദിലെ രാമോത്തിലേക്ക് പുറപ്പെടുക, നീ കൃതാർത്ഥനാകും, യഹോവ അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. മീഖയാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, നോക്കൂ, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു. നിന്റെ വാക്കും അവരിൽ ഒരുത്തൻ്റേതുപോലെ ഇരിക്കണം, നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. അതിന് മീഖയാവ്, യഹോവയാണ്, യഹോവ എന്നോട് അരുളി ചെയ്തത് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞു. അവൻ രാജാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് അവനോട്, മീഖയാവേ, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവൻ, പുറപ്പെടുവിൻ, നിങ്ങൾ കൃതാർത്ഥനാകും, യഹോവ അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. രാജാവിനോട്, നീ യഹോവയുടെ നാമത്തിൽ സത്യമല്ലാതെ യാതൊന്നും എന്നോട് പറയരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് സത്യം ചെയ്തു പറയണം എന്ന് ചോദിച്ചു. അതിനവൻ, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഹോവ, ഇവർക്ക് നാഥനില്ല, അവർ ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രയേൽ രാജാവ് യഹോശാഫാത്തിനോട്, ഇവൻ എന്നെക്കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കുകയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക. യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവൻ്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്ക വണ്ണം അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. എന്നാറേ, ഒരാത്മാവ് മുമ്പോട്ട് വന്ന് യഹോവയുടെ സന്നദ്ധിയിൽ നിന്നു, ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു. ഏതിനാലെന്ന് യഹോവ ചോദിച്ചതിന് അവൻ, ഞാൻ പുറപ്പെട്ട് അവൻ്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു. നീ അവന് വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്നങ്ങനെ ചെയ്യുക എന്ന് കൽപ്പിച്ചു. ആകയാൽ ഇതാ, യഹോവ ഭോഷ്കിന്റെ ആത്മാവിനെ നിന്റെ ഈ സകല പ്രവാചകന്മാരുടെയും വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കെനയനയുടെ മകനായ സിദക്കിയാവ് അടുത്തു ചെന്ന് മീഖയാവിൻ്റെ ചെകിട്ടത്ത് അടിച്ചു. നിന്നോട് അരുളി ചെയ്യുവാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏതു വഴിയായി കടന്നു വന്നു എന്ന് ചോദിച്ചു. അതിന് മീഖയാവ്, നീ ഒളിപ്പാനായിട്ട് അറ തേടി നടക്കുന്ന ദിവസത്തിൽ നീ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ രാജാവ് പറഞ്ഞത്, മീഖയാവെ പിടിച്ച് നഗരാധിപതിയായ ആമോന്റെയും രാജകുമാരനായ യോവാശിൻ്റെയും അടുക്കൽ കൊണ്ടുചെന്ന്
ഇവനെ കാരാഗൃഹത്തിലാക്കി ഞാൻ സമാധാനത്തോടെ വരുവോളം ഞെരുക്കത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും കൊടുത്ത് പോഷിപ്പിക്കേണ്ടതിന് രാജാവ് കൽപ്പിക്കുന്നു എന്നവരോട് പറയുക. അതിന് മീഖായാവ്, നീ സമാധാനത്തോടെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ യഹോവ എന്നെക്കൊണ്ട് അരുളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സകല ജാതികളുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ എന്നും അവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശഫാത്തും ഗിലെയാദിലെ രാമോത്തിലേക്ക് പോയി. ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കിടക്കും, നീയോ രാജവസ്ത്രം ധരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി പടയിൽ കടന്നു. എന്നാൽ അരാം രാജാവ് തൻ്റെ 32 രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രായേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു. ആകയാൽ രഥനായകന്മാർ യഹോശഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിഞ്ഞു. എന്നാൽ യഹോശഫാത്ത് നിലവിളിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവനെ വിട്ട് മാറിപ്പോന്നു. എന്നാൽ ഒരുത്തൻ എതിർച്ചയ വില്ലു കുലച്ച് ഇസ്രായേൽ രാജാവിനും കവചത്തിനും പതക്കത്തിനും ഇടയ്ക്ക് എയ്തു. അവൻ തൻ്റെ സാരഥിയോട്, നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോക, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് പട കഠിനമായി തീർന്നതുകൊണ്ട് രാജാവ് അരാമ്യർക്ക് എതിരെ രഥത്തിൽ നിവർന്നു നിന്നു. സന്ധ്യാസമയത്ത് അവൻ മരിച്ചുപോയി. മുറിവിൽ നിന്ന് രക്തം രഥത്തിനകത്ത് ഒഴുകിയിരുന്നു. സൂര്യൻ അസ്തമിക്കുവോളം ഓരോരുത്തൻ താന്താൻ്റെ പട്ടണത്തിലേക്കും താന്താൻ്റെ ദേശത്തേക്കും പോകട്ടെ എന്ന് പാളയത്തിൽ ഒരു പരസ്യം പുറപ്പെട്ടു. അങ്ങനെ രാജാവ് മരിച്ചു. അവനെ ശമരിയിലേക്ക് കൊണ്ടുവന്നു. അവർ രാജാവിനെ ശമരിയിൽ അടക്കം ചെയ്തു. രഥം ശമരിയിലെ കുളത്തിൽ കഴുകിയപ്പോൾ യഹോവ കൽപ്പിച്ചിരുന്ന വചനപ്രകാരം നായ്ക്കൾ അവൻ്റെ രക്തം നക്കി. വേശ്യാസ്ത്രീകളും അവിടെ കുളിച്ചു. ആഹാബിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും, അവൻ ആനക്കൊമ്പുകൊണ്ട് പണിത അരമനയുടെയും അവൻ പണിത എല്ലാ പട്ടണങ്ങളുടെയും വിവരവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആഹാബ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ മകനായ അഹസ്യാവ് അവന് പകരം രാജാവായി. ആസയുടെ മകനായ യഹോശഫാത്ത് ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ 4-ാം ആണ്ടിൽ യഹൂദയിൽ രാജാവായി. യഹോശഫാത്ത് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അസൂബ എന്നു പേർ. അവൻ ശിൽഹിയുടെ മകൻ ആയിരുന്നു. അവൻ തൻ്റെ അപ്പനായ ആസയുടെ എല്ലാ വഴികളിലും നടന്നു. അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്തു. പൂജാഗിരികൾക്ക് മാത്രം നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു പോന്നു. യഹോശഫാത്ത് ഇസ്രായേൽ രാജാവിനോട് സഖ്യത ചെയ്തു. യഹോശഫാത്തിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ പരാക്രമ പ്രവൃത്തികളും അവൻ ചെയ്ത യുദ്ധവും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. തൻ്റെ അപ്പനായ ആസയുടെ കാലത്ത് ശേഷിച്ചിരുന്ന പുരുഷ മൈഥുനക്കാരെ അവൻ ദേശത്തു നിന്നും നീക്കിക്കളഞ്ഞു. ആ കാലത്ത് ഏദോമിൽ രാജാവില്ലായകൊണ്ട് ഒരു ദേശാധിപതി രാജസ്ഥാനം വഹിച്ചു. ഓഹീരിൽ പൊന്നിന് പോകേണ്ടതിന് യഹോശഫാത്ത് തർഷീഷ് കപ്പലുകളെ ഉണ്ടാക്കി. എന്നാൽ കപ്പലുകൾ എസ്രോൺ ഗേബറിൽ വെച്ച് ഉടഞ്ഞു പോയതുകൊണ്ട് അവയ്ക്ക് പോകുവാൻ കഴിഞ്ഞില്ല. അന്നേരം ആഹാബിൻ്റെ മകനായ അഹസ്യാവ് യഹോശഫാത്തിനോട്, എൻ്റെ ദാസന്മാർ നിന്റെ ദാസന്മാരോടുകൂടെ കപ്പലുകളിൽ പോരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശഫാത്തിന് മനസ്സില്ലായിരുന്നു. യഹോശഫാത്ത് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരോട് കൂടെ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി. ആഹാബിൻ്റെ മകനായ അഹസ്യാവ് യഹൂദ രാജാവായ യഹോശഫാത്തിൻ്റെ 17-ാം ആണ്ടിൽ ശമരിയിൽ ഇസ്രായേലിന് രാജാവായി. ഇസ്രായേലിൽ 2 സംവത്സരം വാണു. അവൻ തൻ്റെ അപ്പൻ്റെ വഴിയിലും അമ്മയുടെ വഴിയിലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ യെരോബെയാമിൻ്റെ വഴിയിലും നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവൻ ബാലിനെ സേവിച്ചു, നമസ്കരിച്ചു. തൻ്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു. യിരെമ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം. അകമ്പടി നായകനായ നെബൂസർ അദാൻ യിരെമ്യാവെ രാമയിൽ നിന്ന് വിട്ടയച്ച ശേഷം അവന് യഹോവയിങ്കൽ നിന്നുണ്ടായ അരുളപ്പാട്, ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയവരായ യെരൂശലേമിനെയും യഹൂദയെയും സകല ബദ്ധന്മാരുടെയും കൂട്ടത്തിൽ അവനെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. എന്നാൽ അകമ്പടി നായകൻ യിരെമ്യാവെ വരുത്തി അവനോട് പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവ ഈ സ്ഥലത്തെക്കുറിച്ച്
ഈ അനർത്ഥം അരുളി ചെയ്തതുപോലെ യഹോവ വരുത്തി നിവർത്തിച്ചുമിരിക്കുന്നു. നിങ്ങൾ യഹോവയോട് പാപം ചെയ്ത് അവൻ്റെ വാക്കു കേൾക്കാതിരുന്നത് കൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ, നിന്റെ കൈമേലുള്ള ചങ്ങല ഞാൻ ഇന്ന് അഴിച്ച് നിന്നെ വിട്ടയക്കുന്നു. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരുക. ഞാൻ നിന്നെ നോക്കും. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരേണ്ട. ഇതാ, ദേശമൊക്കെയും നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിനക്ക് ഇഷ്ടവും യോഗ്യവുമായ തോന്നുന്ന ഇടത്തേക്ക് പോയിക്കൊള്ളുക. അവൻ വിട്ടുപോകും മുമ്പേ അവൻ പിന്നെയും ബാബേൽ രാജാവ് യഹൂദ പട്ടണങ്ങൾക്ക് അധിപതിയാക്കിയിരിക്കുന്ന ഷാഫാന്റെ മകനായ അഹീക്കാമിൻ്റെ മകൻ ഗദല്യാവിൻ്റെ അടുക്കൽ നീ ചെന്ന് അവനോടുകൂടെ ജനത്തിൻ്റെ മധ്യേ പാർക്ക, അല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ള ഇടത്തേക്ക് പോയിക്കൊള്ളുക എന്നു പറഞ്ഞു. അകമ്പടി നായകൻ വഴിച്ചിലവും സമ്മാനവും കൊടുത്തു അവനെ യാത്രയയച്ചു. അങ്ങനെ യിരെമ്യാവ് മിസ്പയിൽ അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവിൻ്റെ അടുക്കൽ ചെന്നു അവനോടുകൂടെ ദേശത്ത് ശേഷിച്ചിരുന്ന ജനത്തിൻ്റെ ഇടയിൽ പാർത്തു. ബാബേൽ രാജാവ് അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവെ ദേശാധിപതിയാക്കിയെന്നും ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടു പോകാത്ത ദേശത്തിലെ എളിയവരായ പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും അവനെ ഏൽപ്പിച്ചു എന്നും നാട്ടുപുറത്തുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്പയിൽ ഗദല്യാവിൻ്റെ അടുക്കൽ വന്നു. നെഥന്യാവിൻ്റെ മകനായ ഇശ്മായേൽ, കാരേഹിൻ്റെ പുത്രന്മാരായ യോഹാനാനും യോനാഥാനും, തൻഹൂമേത്തിൻ്റെ മകനായ സെരയാവും, നെറ്റോഹാത്യനായ ഏഫായിയുടെ പുത്രന്മാർ, മയഖ്യാവിൻ്റെ മകനായ യസന്യാവ് എന്നിവരും അവരുടെ ആളുകളും തന്നെ. ഷാഫാന്റെ മകനായ അഹീക്കാമിൻ്റെ മകൻ ഗദല്യാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്ത് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ കൽദേരെ സേവിപ്പാൻ ഭയപ്പെടരുത്. ദേശത്ത് പാർത്ത് ബാബേൽ രാജാവിനെ സേവിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് നന്നായിരിക്കും. ഞാൻ നമ്മുടെ അടുക്കൽ വരുന്ന കൽദേയർക്ക് ഉത്തരവാദിയായി മിസ്പയിൽ വസിക്കും. നിങ്ങളോ വീഞ്ഞും പഴവും എണ്ണയും ശേഖരിച്ച് പാത്രങ്ങളിൽ സൂക്ഷിച്ച് നിങ്ങൾ കൈവശമാക്കിയ പട്ടണങ്ങളിൽ പാർത്തുകൊള്ളുവിൻ. അങ്ങനെ തന്നെ മോവാബിലും അമ്മോന്യരുടെ ഇടയിലും ഏദോമിലും മറ്റു ദേശങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരും ബാബേൽ രാജാവായ യഹൂദയിൽ ഒരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ടെന്ന് ഷാഫാന്റെ മകനായ അഹീക്കാമിൻ്റെ മകൻ ഗദല്യാവെ അവർക്ക് അധിപതിയാക്കിയിട്ടുണ്ടെന്നും കേട്ടപ്പോൾ സകല യഹൂദന്മാരും അവർ ചിതറിപ്പോയിരുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി യഹൂദ ദേശത്ത് ഗദല്യാവിൻ്റെ അടുക്കൽ മിസ്പയിൽ വന്ന് വീഞ്ഞും പഴവും അനവധിയായി ശേഖരിച്ചു. എന്നാൽ കാരേഹിൻ്റെ മകനായ യോഹാനാനും നാട്ടുപുറത്ത് പാർത്തിരുന്ന എല്ലാ പടത്തലവന്മാരും മിസ്പയിൽ ഗദല്യാവിൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്നെ കൊന്നുകളയേണ്ടതിന് അമ്മോന്യരുടെ രാജാവായ ബാരീസ് നെഥന്യാവിൻ്റെ മകനായ ഇശ്മയേലിനെ അയച്ചിരിക്കുന്നുവെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവോ അവരുടെ വാക്ക് വിശ്വസിച്ചില്ല. പിന്നെ കാരേശിൻ്റെ മകനായ യോഹന്നാൻ മിസ്പയിൽ ചെന്ന് ഗദല്യാവോട് രഹസ്യമായി സംസാരിച്ചു. ഞാൻ ചെന്ന് ആരും അറിയാതെ നെഥന്യാവിൻ്റെ മകനായ ഇശ്മയേലിനെ കൊന്നുകളയട്ടെ. നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന എല്ലാ യഹൂദന്മാരും ചിതറിപ്പോകുവാനും യഹൂദയിൽ ശേഷിച്ചവർ നശിച്ചു പോകുവാനും തക്കവണ്ണം അവർ നിന്നെ കൊല്ലുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എന്നാൽ അഹീക്കാമിൻ്റെ മകൻ ഗദല്യാവ് കാരേഹിൻ്റെ മകൻ യോഹാനാനോട്, നീ ഈ കാര്യം ചെയ്യരുത്, നീ ഇശ്മയേലിനെ കുറിച്ച് ഭോഷ്ക് പറയുന്നു എന്ന് പറഞ്ഞു. യിരെമ്യാവിൻ്റെ പുസ്തകം 41 അധ്യായം. എന്നാൽ 7-ാം മാസത്തിൽ രാജവംശക്കാരനും രാജാവിൻ്റെ മഹത്തുക്കളിൽ ഒരുവനുമായ എലീഷാമയുടെ മകനായ നെഥന്യാവിൻ്റെ മകൻ ഇശ്മയേൽ 10 ആളുമായി മിസ്പയിൽ അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവിൻ്റെ അടുക്കൽ വന്നു. അവിടെ മിസ്പയിൽ വെച്ച് അവർ ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു. നെഥന്യാവിൻ്റെ മകൻ ഇശ്മയേലും കൂടെ ഉണ്ടായിരുന്ന 10 ആളും എഴുന്നേറ്റു. ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയിരുന്ന ഷാഫാന്റെ മകനായ അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. മിസ്പയിൽ ഗദല്യാവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരെയും അവിടെ കണ്ട കൽദയ പടയാളികളെയും ഇശ്മായേൽ കൊന്നുകളഞ്ഞു. ഗദല്യാവെ കൊന്നിട്ട് 2-ാം ദിവസം അത് ആരും അറിയാതിരിപ്പാൻ തന്നെ ഷേഖേമിൽ നിന്ന് ഷീലോവിൽ നിന്നും ശമരിയിൽ നിന്നും 80 പുരുഷന്മാർ താടി ചിരച്ചും വസ്ത്രം കീറിയും
തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും കൊണ്ട് വഴിപാടും കുന്തിരിക്കവും എടുത്ത് യഹോവയുടെ ആലയത്തിലേക്ക് പോകും വഴി അവിടെ എത്തി. നെഥന്യാവിൻ്റെ മകൻ ഇശ്മയേൽ മിസ്പയിൽ നിന്ന് പുറപ്പെട്ടു കരഞ്ഞും കൊണ്ട് അവരെ എതിരേറ്റു ചെന്നു. അവരെ കണ്ടപ്പോൾ അവൻ അവരോട്, അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവിൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൻ്റെ നടുവിലെത്തിയപ്പോൾ നെഥന്യാവിൻ്റെ മകനായ ഇശ്മയേലും കൂടെയുണ്ടായിരുന്ന ആളുകളും അവരെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളഞ്ഞു. എന്നാൽ അവരിൽ 10 പേർ ഇശ്മയേലിനോട്, ഞങ്ങളെ കൊല്ലരുതേ, വയലിൽ കോതമ്പ്, യവം, എണ്ണ, തേൻ എന്നീ വക സംഭാരങ്ങൾ ഞങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ സമ്മതിച്ച് അവരെ അവരുടെ സഹോദരന്മാരോടുകൂടെ കൊല്ലാതെയിരുന്നു. ഇശ്മായേൽ ഗെദല്യാവെയും കൂട്ടരെയും കൊന്ന് ശവങ്ങളെയെല്ലാം കളഞ്ഞ കുഴി ആസ രാജാവ് ഇസ്രായേൽ രാജാവായ ബേഷ നിമിത്തം ഉണ്ടാക്കിയതായിരുന്നു. നെഥന്യാവിൻ്റെ മകനായ ഇശ്മയേൽ അതിനെ നിഹതന്മാരെ കൊണ്ട് നിറച്ചു. പിന്നെ ഇശ്മയേൽ മിസ്പയിൽ ഉണ്ടായിരുന്ന ജനശിഷ്ടത്തെ ഒക്കെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബൂസർ അദാൻ അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവെ ഏൽപ്പിച്ചവരായി മിസ്പയിൽ ശേഷിച്ചിരുന്ന സകല ജനത്തെയും ബദ്ധരാക്കി കൊണ്ടുപോയി. നെഥന്യാവിൻ്റെ മകൻ ഇശ്മയേൽ അവരെ ബദ്ധരാക്കി അമ്മോന്യരുടെ അടുക്കൽ കൊണ്ടുപോകുവാൻ യാത്ര പുറപ്പെട്ടു. നെഥന്യാവിൻ്റെ മകൻ ഇശ്മയേൽ ചെയ്ത ദോഷമൊക്കെയും കാരേഹിൻ്റെ മകനായ യോഹാനാനും കൂടെ ഉണ്ടായിരുന്ന പടത്തലവന്മാരും കേട്ടപ്പോൾ അവർ സകല പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ട് നെഥന്യാവിൻ്റെ മകനായ ഇശ്മയേലിനോട് യുദ്ധം ചെയ്യുവാൻ ചെന്നു. ഗിബയോനിലെ പെരിങ്കളങ്ങരെ വെച്ച് അവനെ കണ്ടെത്തി. ഇശ്മയേലിനോട് കൂടെയുണ്ടായിരുന്ന ജനമൊക്കെയും കാരേഹിൻ്റെ മകനായ യോഹാനാനെയും കൂടെയുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും കണ്ടപ്പോൾ സന്തോഷിച്ചു. ഇശ്മായേൽ മിസ്പയിൽ നിന്ന് ബദ്ധരാക്കി കൊണ്ടുപോകുന്നിരുന്ന സർവ്വജനവും തിരിഞ്ഞു കാരേഹിൻ്റെ മകനായ യോഹാനാൻ്റെ അടുക്കൽ ചെന്നു. നെഥന്യാവിൻ്റെ മകൻ ഇശ്മയേലോ 8 ആളുമായി യോഹാനാനെ വിട്ടു തെറ്റി അമ്മോന്യരുടെ അടുക്കൽ പോയി കളഞ്ഞു. നെഥന്യാവിൻ്റെ മകൻ ഇശ്മയേൽ അഹീക്കാമിൻ്റെ മകനായ ഗെദല്യാവെ കൊന്നുകളഞ്ഞ ശേഷം അവൻ്റെ കയ്യിൽ നിന്ന് കാരേഹിൻ്റെ മകനായ യോഹനാനും കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും വിടുവിച്ച ജനശിഷ്ടത്തെയൊക്കെയും ഗിബയോനിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന പടയാളികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഷണ്ണന്മാരെയും തന്നെ അവർ മിസ്പയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് കൽദേരെ പേടിച്ചിട്ട് മിസ്രൈമിൽ പോകുവാൻ യാത്ര പുറപ്പെട്ട് ബേത്ലഹേമിന് സമീപത്തുള്ള ഗെരൂത്ത് കിംഹാമിൽ ചെന്ന് താമസിച്ചു. ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയ അഹീക്യാമിൻ്റെ മകനായ ഗെദല്യാവെ നെഥന്യാവിൻ്റെ മകൻ ഇശ്മയേൽ കൊന്നുകളഞ്ഞ കാരണത്താൽ ആയിരുന്നു അവർ കൽദയരെ പേടിച്ചത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അതവനെ കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്ന് അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മുർണ, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻവിളക്കുകളും
നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിലിട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലങ്കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കൈയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു.